ഹലോ ഹലോ സമയം 6:30 ജബലയിലേക്ക് പോവാണ് ഇയാളെ കാണാൻ വേണ്ടിയിട്ട്. ജിനാൻ സീരി DMX ബൈക്കറാണ്, മോട്ടോക്രോസ് 25 times DMX വിന്നർ, മലയാളി. അപ്പോൾ തന്നെ ഒരു രോമാഞ്ചാണല്ലോ മലയാളി എന്ന് പറയുമ്പോൾ. അത് മലയാളിക്കുള്ളത് ഒരു ആവേശം. ഇയാളെക്കുറിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയേ കേട്ടിട്ടുള്ളൂ, എന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ആരടാ? ജിനാൻ CD. അല്ല, ഈ ആളെ കാണാൻ നമുക്കൊരു ഉച്ചക്കൊക്കെ പോവായിരുന്നു. മലയാളിയാണെന്നുള്ള ഒരു കിക്ക്, ഒരു ദമ്മ് മൂപ്പർ ഇൻസ്റ്റഗ്രാം കണ്ടപ്പോൾ ഫുള്ള് സംഭവമൊക്കെ തന്നെ. വെൽക്കം ടു DMX ജബലാലി. നമ്മളിന്ന് ജിനാനെ കാണാൻ പോകും. ജിനാനുണ്ട് ഇവിടെ. തണവാണേ. എണീച്ചോ, ഉറങ്ങാണോ, കിടത്തത്തിലാണോ ഒന്നും അറിയില്ല. എന്ത് ബായി, എന്ത് തണുപ്പോ. അപ്പൊ ഇവിടെ നമ്മ മോട്ടോക്രോസ് ഓടിക്കാൻ പോയിട്ടാ. മോട്ടോക്രോസ് ഓടിച്ചിട്ട് അങ്ങ് പണ്ടാറടങ്ങും ഇപ്പൊ. അല്ലപ്പോ പറഞ്ഞ മാതിരി ഇപ്പൊ മൂപ്പരാളിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവോ? ഈ പോക്കൊക്കെ പോണ്ട് തണവും കൊണ്ടിട്ട് മൂപ്പരാളിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ലേ? അല്ല, ഇന്നെന്തേലും നടക്കോ? ഈ വയസ്സ് ഉപയോഗിക്ക് വരേണ്ട ആവശ്യണ്ടാ? ജിനാനൊന്ന് വിളിക്കട്ടെ. വിളി 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 വിളി. മോർണിംഗ് ജിനാൻ ഭായ്. 4 മണിക്കൂർ നിപ്പ് നിൽക്കണോ? ആ, അവിടെ ഉണ്ട്. 5 മിനിറ്റ് ആ, ഓക്കെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോ പ്രോബ്ലം. ചെറുങ്ങനെ വന്നാൽ മതി. ട്രാക്ക് നോക്കാലോ. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ട്രാക്ക് കണ്ടിട്ടാ. ഇവിടെ ഇങ്ങനെ തുള്ളി തുള്ളി പോവല്ലേ? ഏറ്റവും വലുതാണ് ഇതൊക്കെ ഈസിയാ. ഏറ്റവും വലുതേ ആ കാണ അമ്പൊക്കെ ഈസിയാണ്. അത് നമുക്ക് ചാടാ. ആകെ ചെളി മണ്ണല്ലോ. ഇവിടെ നമ്മൾ രണ്ടാൾ നടന്നു വരുമ്പോ അല്ല വേറെ കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ തുള്ളി വരുന്നൊരു സീൻ എടുക്കണം. എങ്ങനെ തുള്ള? അതായത് നമ്മൾ രണ്ടാൾ ഇങ്ങനെ നടക്കും നമ്മളെ മേലെ കൂടി. അനക്കേ രാവിലെ ആകുമ്പോ വേറെ എന്താ മുത്തപ്രാന്ത് തലക്ക് കയറിയിടുന്നുണ്ട്. പൊന്തിക്കഴിഞ്ഞ ആർക്കും കണ്ടുപിടിട്ടില്ലട്ടാ. ആക്ഷൻ സീക്വൻസ് വരണ്ടേ? സിനിമയിലൊക്കെ കാണുന്നില്ലേ? അത് മൂവിയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബ്രോ. നേരിട്ട് വന്നിട്ട് അവനതെല്ലാം കൺട്രോൾ ഉണ്ടാവും. ദുബായിൽ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇത് നോൺ പ്രോഫിറ്റ് ആയി വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ബൈക്കിനുള്ള ആ സ്നേഹവും പ്രാന്തവും ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ട്രാക്ക്. ശരിക്കും പറഞ്ഞാൽ അല്ല, ഇവിടെ എന്തെങ്കിലും റേസ് നടക്കോ? ഇടയ്ക്കിടയ്ക്ക് സ്പോൺസർഡ് ഈവന്റ് ഉണ്ടാവും. നിന്റെ അടുത്ത് നിനക്കൊരു കമ്പനി ഉണ്ട്, അപ്പൊ നിനക്ക് അത് പ്രൊമോട്ട് ചെയ്യണം. നീ പറയും ഞാൻ ഈവന്റ് നടത്താം, എന്റെ ലോഗോ എല്ലായിടത്തും വെക്കണം. അങ്ങനെയാണ് ഈവന്റ് നടത്തുക, പ്രൊമോഷൻസും. അപ്പൊ അതായത് ഒരു കമ്പനി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഫുള്ള് അഡ്വർടൈസ്മെന്റ് വെക്കും. ഫുള്ള് പരസ്യം വെച്ചിട്ട് പറയും എന്റെ വക ട്രോഫി, എന്റെ വക പ്രൈസ്, ക്യാഷ് പ്രൈസ് എന്താ. അടിപൊളി. എന്നിട്ട് നടത്തിക്കോ. ഈ ഇവന്റ് ഫുള്ള് ഹയർ ചെയ്തിട്ട് ഈ സ്ഥലം ഫുള്ള് അവരൊക്കെ ബ്രാൻഡ് ചെയ്തിട്ട് ലോഗോ അതും ഇതൊക്കെ ഇടും. അതാ ജിനാൻ ഭായ് വന്നു. ഇതിന്റെ സുഖല്ലേ? സുഖം. നേരത്തെ എണീക്കുന്നതാണോ രാവിലെയൊക്കെ? ശരി. മൂപ്പരാളെ കാണാനൊരു ഇംഗ്ലീഷുകാരെ ലുക്കൊക്കെ ഉണ്ടിട്ടാ. ഇവിടെ ഇവിടുത്തെ തൃശ്ശൂര് ഒരാള് സായിപ്പ് മാതിരിണ്ടാ, ട്രൗസറൊക്കെ ഇട്ടിട്ട്. അതിന്റെ ലുക്ക് ആവണ്ടേ? മുടി വലുതാക്കിട്ട് അതിന്റെ മേലൊക്കെ ഒരു ബൈക്ക് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ മുഹമ്മദ് നബീൽ, ഇത് അബ്ദുൽ സമദ്. ഇപ്പൊ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ ചാനല്. അപ്പൊ അതില് ഒരു നല്ലൊരു ക്യാരക്ടർ നിങ്ങളെ കണ്ടപ്പോൾ വിചാരിച്ചു വൈ നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടാലോ ആ രീതിയിൽ. അപ്പൊ ഇതാ നിങ്ങളുടെ ഓഫീസ് അല്ലേ? ഇതൊക്കെ ജിനംബ്രോന്റെ ബൈക്കുകൾ തന്നെ? നമുക്ക് ടീം CRC എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ട്. ഓക്കെ ഇങ്ങനെ ആയിരിക്കണല്ലോ ഓഫീസ്. ഇത് ഈ സ്ഥലത്തിന്റെ പേര് ജബലാലി ദുബായ് മോട്ടോക്രോസ് ക്ലബ്. ഞാൻ വായിച്ചിരുന്നു അത് നോൺ പ്രോഫിറ്റ് ആണെന്നൊക്കെ. അതെ വലിയ പ്രോഫിറ്റബിൾ ക്ലബ് ഒന്നല്ല. ഇതിനോടുള്ള കുറെ പാഷനുകൾ. അതെ അവരൊക്കെ കൂടിയിട്ട്. ശരി. നിങ്ങൾ ട്രെയിനിങ്ങും ചെയ്യുന്നുണ്ട്, കോച്ചിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതന്നെയാണ് നിങ്ങളുടെ മെയിൻ പരിപാടി? ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയിൽ. ഇത് ഒരു എന്താ പറയാ ഹോബി. ശരി. അപ്പൊ വീക്ക് ഡേയ്സിൽ ഇവിടെ ഉണ്ടാവും? ഹോളിഡേസ് ഒരുവിധം നമ്മളിവിടെ തന്നെ. മലയാളികളുണ്ട്, കുറെ പിള്ളേര് വരുന്നുണ്ട് ഇപ്പൊ. അതിലേക്ക് കൂടുതൽ ഞാൻ ആരും ഉണ്ടായൊന്നുമില്ല. ഇപ്പൊ നമ്മളെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ഒക്കെ ഇവിടെ നിങ്ങൾ ഫുൾ സെറ്റിൽഡ് ആണ്? നിങ്ങൾ എത്ര കാലം ഇവിടെ? 14 വർഷമായി. 14 വർഷമായി. ബൈക്കിന്റെ
ഭ്രാന്ത് തുടങ്ങിയിട്ട് എത്രയായി? ബൈക്കിന്റെ 30 വർഷത്തോളം. 30 വർഷത്തോളായി. ഏജ് ഒന്നും ചോദിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒക്കെ ഡയറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ? കറക്റ്റ് ഫുഡും ഫിസിക്കൽ ട്രെയിനിങ്ങും അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റുന്നത്. ഇത് മൊത്തം ഈ ഏരിയ മൊത്തം നമ്മുടെ ഇതെങ്ങനെ ട്രെയിനിങ് ഒക്കെ എങ്ങനെ പാക്കേജ് ആണോ അത്? ഇവിടെ ട്രെയിനിങ്ങിന് സ്കൂളുണ്ട് അവിടെ. ഓക്കെ. ഒരു അക്കാദമി ഉണ്ട്. ബൈക്ക് റെന്റ് ചെയ്യാൻ പറ്റും? ബൈക്ക് റെന്റ് ചെയ്യാം. അവിടെ റെന്റ് ചെയ്യാം. എത്ര ഇതിന് റെന്റിന്? 2 hours 800 ട്രെയിനിങ്? ഇല്ല, വിത്തൗട്ട് ട്രെയിനിങ്. ഇതിന് ലൈസൻസിന്റെ ആവശ്യമൊന്നുമില്ല? ഇല്ല, ലൈസൻസ്. അപ്പൊ ജിനൻ ബ്രോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഞാനും കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ ഒരു കോച്ചാണ്. ഇത് രാവിലെ തന്നെ വരണമെന്നുണ്ടല്ലേ? രാവിലെ ഏറ്റവും ബെസ്റ്റ്. ആൾക്കാർ അധികം റൈഡേഴ്സ് വന്നു തുടങ്ങണല്ലോ. ഇവിടെ ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ടാവും? ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ഇപ്പൊ അടുത്ത റേസ് 26-ാം തീയതി. ഞങ്ങൾ സ്റ്റോറി കണ്ടിട്ടുണ്ടോ? ഏതൊരു DMXന്റെ ഇപ്പൊ എന്തോ കിട്ടിയ സെക്കൻഡ് അത് അബുദാബി. അപ്പൊ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ ലൈസൻസ് വേണം, പിന്നെ എൻട്രി ഫീ. ഇതിപ്പോ നമ്മൾ തന്നെ ഇവിടെ എത്ര കാലം എന്നിട്ട് ഇതന്നെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളത് അറിയില്ല. ഇവിടെ വേറെ തന്നെ ഒരു ലൈസൻസ്, റേസിംഗിനുള്ള ലൈസൻസ് കിട്ടും. FIM ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സിന്റെ. ശരി. അത് കിട്ടണമെങ്കിൽ എന്താ പരിപാടി? അത് നമ്മൾ ഫിസിക്കലി അവര് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. നമുക്ക് റേസ് ചെയ്യാം. ബിഗിനേഴ്സ് ക്ലാസിന്റെ കൂടെ തുടക്കക്കാർക്ക്, പിന്നെ നോവൈസ്. ഇപ്പൊ എന്റെ തന്നെ സ്വന്തം ബൈക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓട്ടാൻ പറ്റും, റേസ് ചെയ്യാം. അപ്പൊ എത്രയാണ് ഇങ്ങനെ ചാർജ്? ട്രാക്ക് യൂസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം? ഒരു മെമ്പർഷിപ്പ് 1000 dirham പെർ മന്ത്? അല്ലല്ല, പെർ ഇയർ. പിന്നെ എല്ലാ ദിവസവും 50 dirham പെർ ഡേ. ഓക്കെ, അത്രേ ഉള്ളൂ. 1000 കൊടുത്താൽ ഇയർലി മെമ്പർഷിപ്പ് ആയി 50 dirham പെർ ഡേ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബൈക്ക് കൂടെ വെക്കാൻ പറ്റുമോ? അതോ സ്റ്റോർ ചെയ്യാം? സ്റ്റോർ ചെയ്യാം അല്ലേ? അതിന് വേറെ എന്തെങ്കിലും അഡീഷണൽ? അതിന് സ്റ്റോറേജ് പ്ലേസ് എടുക്കണം. 3000 dirham ഒരു കൊല്ലത്തിനല്ലേ? അപ്പൊ ഇവിടെ സർവീസും അതൊക്കെ ഉണ്ട്? സർവീസും ഉണ്ട്, അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. ശരി. ബൈക്ക് ശരിയാക്കാം, നല്ല ഫെസിലിറ്റി ഉണ്ട്. ഇത് നിങ്ങളുടെ സ്റ്റണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു? അത് ഇങ്ങനെ ഇപ്പൊ ഒരു ജമ്പ് ഇപ്പൊ അവൻ ചെയ്യുന്നില്ലേ? അവൻ ചെയ്ത ജമ്പില്ല. അപ്പൊ ആ ജമ്പൊക്കെ ചെയ്യണമെങ്കിൽ എത്ര കാലം എടുക്കും ഇങ്ങനെ ഒന്ന് പഠിക്കണം? 1 വർഷം അറ്റ്ലീസ്റ്റ് ട്രെയിൻ ചെയ്യണം. അത് നല്ല ഇതായി വരാൻ. പിന്നെ ഇതിപ്പോ ഇപ്പൊ നമ്മളൊന്നും യങ് അല്ലല്ലോ. അതായത് ഇപ്പൊ ഒരു 15 വയസ്സുള്ള 16 വയസ്സുള്ള കുട്ടികളാണല്ലോ കൂടുതലും. അപ്പോ ഏജ് ആയിട്ടുള്ള ഒരാൾ വരുമ്പം എങ്ങനെ ഇത് പഠിക്കാനുള്ള ഒരു പ്രാന്തനും ആയിരിക്കണം അല്ലേ? വേണം നമുക്ക് ഫസ്റ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത്ര പ്രശ്നമൊന്നുമല്ല. പിന്നെ നമുക്ക് ഒരു മൈൻഡ് സെറ്റും പിന്നെ നമ്മള് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം. അതെ. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഉപ്പാനോട് ഞാൻ പറയുന്നത് എനിക്ക് ബൈക്ക് ഓടിക്കാൻ പോകണമെന്ന്. എനിക്ക് എന്താ പ്രാന്ത? ഇങ്ങനത്തെ കളി കയ്യും കാലം ഓടിക്കാൻ ഇങ്ങനത്തെ കയ്യും കാലം ഓടിക്കാൻ വെറുതെ സമയം കളഞ്ഞ് പൈസ കളയണ്ട. പൈസ ഒക്കെ എടുത്തു വെക്ക് ഭാവിക്ക് വേണ്ടിട്ട്. ഇതില് ഭാവി നമ്മളെ ആൾക്കാർ ഇതിൽ കാണുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷെ അതിപ്പോ കണ്ടുവരുന്നത്. ഇതിലും ഭാവി ഉണ്ട്. അതിപ്പോ ജിനാൻ ഭായിയായാലും ആ ഒരു പാഷൻ വിട്ടിട്ടില്ലല്ലോ. ഫസ്റ്റ് വരാറുണ്ട് ഇവിടെ. ഡിപ്പെൻസ് ആണ്. ഇപ്പൊ കോമ്പറ്റീഷൻ ഇപ്പൊ ഭയങ്കര ടോപ്പ് കോമ്പറ്റീഷൻ ആണ്. ഒരുപാട് ഫസ്റ്റും സെക്കൻഡും മാറി ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ആവും. ഇപ്പൊ ഒരു ബൈക്ക്, ഒരു യൂസ്ഡ് ബൈക്ക് മേടിച്ച് കൊണ്ടുവന്ന് പഠിച്ചിട്ട് പിന്നെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. അല്ല ഇപ്പൊ സ്റ്റാർട്ടിങ്ങിന് നമ്മ ഏത് CC വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ബൈക്ക്? 250 ഓടിക്കാം. ഈ ഒരു ബൈക്കിന് 36 ബ്രാൻഡ് ന്യൂ ഷോറൂം. പിന്നെ നിങ്ങൾക്ക് വാങ്ങിയതിന് ശേഷം ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ട്രാക്കിൽ ഇറക്കുന്നതിന് അങ്ങനെ? റെഡി ടു റൈസ് ആണ് ഷോറൂമിൽ നിന്ന് വരുന്നത്. ടയറൊക്കെ മേടിക്കുക, അങ്ങ് കൊണ്ടുവരിക, അങ്ങ് പറക്കുക. ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ സസ്പെൻഷൻ ഒക്കെ ഇതിൽ തന്നെ ജമ്പ് ഒക്കെ ചെയ്യാം. ശരി. ജിനാൻ ഭായിന്റെ റൈഡ് ഒന്ന് വീഡിയോ എടുക്കാൻ എടുക്കാം. ഇതിൽ കേറിയിട്ട് ഒന്ന് ബൈക്കിൽ കയറുക. അല്ല അങ്ങനല്ല അല്ലേ? അത് പോയല്ല ഇല്ല, ജാക്കറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ മുമ്പ്? ശരി. ഫാമിലിയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യോ? പാരന്റ്സ് ഒക്കെ പണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇനി അങ്ങോട്ട് പേടിക്കണ്ട ജിനാൻ ഭായി. ഇനി ഫുള്ള് സപ്പോർട്ടാണ്. ഇനി എല്ലാരും സപ്പോർട്ടാണ്. ഇപ്പോഴത്തെ നമ്മളെല്ലാ ആൾക്കാരും ഇതിൽ തന്നെ ഭ്രാന്തിനും ഉണ്ട്. ഭ്രാന്തിന് ഒരു കുറവില്ലാത്ത ആൾക്കാരാണ് നമ്മള്. ഒരു കുഴപ്പമില്ല. അടാ അത് ഹെൽമെറ്റ് ആണ്. ഈ ബൂട്ടിനല്ലേ? ഇന്നർ ബൂട്ട് അടക്കമുള്ളതാ. നമ്മളെ ആംഗിൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇതിനുള്ളിലൊരു ബൂട്ട് ഇന്നറായിട്ട്
മോളില് മറ്റേ ക്യാമറ ഇതാവുന്നല്ലേ. ഇത് ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. സിമ്പിളല്ലേ? സിമ്പിളാ. അല്ലടാ വരും ഒന്ന് പോക്കാ പോയത്. അവിടെ ആകെ പടക്കണ്ടല്ലോ. അതാ ഒന്ന് മണ്ണുക്ക് നമ്മളാ മറ്റേ മണ്ണ് പോലെ മണ്ണായിട്ടുള്ള മണ്ണായിരിക്കും അത്. ഭയങ്കര കട്ടിപ്പ് കണ്ടില്ല പോലെ. അതാ വരുന്നത്. മോനെ എന്ത് സ്പീഡാ പോയി. അതൊക്കെ അങ്ങനെയാണ്. അവിടെ നിന്ന് ചാടി വരാം. ഇവിടെ ചെക്ക് ചെയ്തോ. അത് കഴിഞ്ഞ് ഇതും ചാടി നിർത്താം. അതും ഇതും ചാടി പോകും. ഇത് അടിപൊളി വയ്യാട്ടാ. മൊബൈൽ പോരിയാ പിടിച്ചെന്നോ. അതാ ഇപ്പൊ ഇതിലെ കൂടി ചാടി വരുന്ന പറഞ്ഞേ. അവന്റെ ആകെ ചെളിയല്ലേ ബ്രോ. വരണ്ട് വരണ്ടാ വരുവാ. വരണ്ട് മോനെ. എന്താ അത് പോയത്. അടിപൊളി സൂപ്പർ. ഇത് പഠിക്കണട്ടാ. ഇത് പഠിച്ചേ പറ്റൂ. ഓക്കെ. അത് വരുന്നുട്ടാ. അതെ, ഞാൻ ഒരു ഷോട്ട് എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് നടക്കും നിങ്ങൾ പറ. അതായത് നമ്മളവിടെ അതിന്റെ ഇറക്കില്ലേ, ഇറക്കത്തിന്റെ താഴെ മറ്റേ ഇരുന്നിട്ട് നിങ്ങൾ മേലെ കൂടി പോകാൻ പറ്റുമോ? തലമേലെ കൂടി ജമ്പ് ചെയ്യുന്നൊരു ഷോട്ട് എടുക്കടാ. മുപ്പരെടുത്ത് റെഡിയാന്ന്. മുപ്പര് ഇത്ര പറക്കും പറഞ്ഞു. അപ്പൊ നോക്കാല്ലേ ഒരു തലവ് വരുന്ന പേടിക്കണ്ട. പക്ഷെ ബൈക്ക് നമുക്ക് ഇഷ്ടമായോണ്ട് അതെ. കാറ് പോകാനില്ലല്ലോ ബൈക്ക്. അതാ അല്ലാഹു അക്ബർ. അതാ പോകുന്നു. പക്ഷെ അത് ലാൻഡിങ് തലമേലേക്കാന്നാ തോന്നുന്നു. അത് കുഴപ്പമില്ലടാ. തലമേലെ കൂടി ചാടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്. കൊല്ലാൻ പറ്റിട്ടുണ്ട്. പിടിച്ചോ പിടിച്ചോ. ജസ്റ്റ് മിസ് ഇട്ടാ. ഇങ്ങനെ പോയത്. എടുക്കണേ. നിങ്ങള് സ്പോൺസേർഡ് റൈഡർ ആണോ? അത് ഞാൻ TVS സ്പോൺസറാണ്, പിന്നെ അവാന്തി സ്പോൺസറാണ്, SRG മോട്ടോർ സ്പോർട്സ് സ്പോൺസേർഡ്. മൂപ്പർക്ക് പേടിക്കല്ല. മലയാളി തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് യുഎയിൽ അങ്ങനെ ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ. സ്റ്റാർട്ടിങ് മൂപ്പറാണല്ലോ. താങ്ക് യു. എല്ലാത്തിലും ടൈം സ്റ്റണ്ട് രക്ഷയില്ല. പിന്നെ ജിനാൻ ഭായ് എത്രയോ ഈസി ആയിട്ട് നമ്മൾ സിമ്പിൾ ഫസ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല. നമ്മൾക്ക് പരിചയമുള്ള ഒരാളാണ്. മലയാളികളൊക്കെ ഇതിലേക്ക് വരട്ടെ.